ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ടൂർ വ്ളോഗിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. സുപരിചിതമായിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മുടെ വട്ടക്കോട്ട. ഇവിടെ ഞാൻ എത്തുന്നത് രണ്ടാമത്തെ വട്ടമാണ് കേട്ടോ. രണ്ടാമത്തെ വട്ടമാണ്. ഒരിക്കൽ ഞാൻ 7ാം ക്ലാസ്സിൽ ടൂറിന് പോയപ്പോഴാണ് ഇവിടെ ആദ്യമായിട്ട് വരുന്നത്. ഞങ്ങളിവിടെ എത്തിയത് കറക്റ്റ് 2 മണിക്കാണ്. 2 മണിക്ക് എത്തി നമ്മൾ ഫുഡ് എല്ലാവരും കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ 2:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ വട്ടക്കോട്ടയ്ക്കകത്തോട്ട് നമ്മൾ കയറി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ കാറ്റ്. ഭയങ്കര രസമാണ്. പക്ഷെ ഭയങ്കര ചൂടല്ലേ. ഉച്ചയ്ക്കാണ് നമ്മൾ വന്നത്, അപ്പോൾ അതുകൊണ്ട് നല്ല ചൂട് കാറ്റുണ്ടായിരുന്നു. നമ്മൾ ആദ്യം കയറിയ സ്ഥലത്ത് നിന്ന് നമ്മൾ കടലിൻ്റെ വ്യൂ നേരെ കാണാനായിട്ട് പറ്റിയില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ നേരെ സമയമില്ലാത്ത സമയത്തൂടെ ഞാനും അമ്മയും കൂടെ നേരെ ഓടി അപ്പുറത്തെ സൈഡിൽ പോയിട്ട് കടലിൻ്റെ വ്യൂ ഒക്കെ കണ്ട് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്ത ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പുറത്ത് നല്ല വെയിലായതുകൊണ്ട് ബസ്സിനകത്ത് കയറുമ്പോൾ കുറച്ചെങ്കിലും ആശ്വാസം കിട്ടുമെന്ന് വിചാരിച്ചു. ഇപ്പം സമാധാനമായി. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന സ്ഥലം എല്ലാവരും ഒരിക്കലെങ്കിലും പോയിട്ടുണ്ടാവും, ഉറപ്പാണ്. അതാണ് നമ്മുടെ കന്യാകുമാരി. എല്ലാവരും പോയിട്ടുള്ള കന്യാകുമാരിയിൽ നമ്മൾ മെയിനായിട്ട് പോയതിൻ്റെ റീസൺ നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറണമെന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അത് ഈ ഇടയ്ക്കല്ലേ തുറന്നത്. അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറണമെന്നുള്ള ആഗ്രഹം കൊണ്ട് പോയതാണ്. പക്ഷേ എന്ത് പറയാൻ കേസ്, അൺഫോർച്ചുനേറ്റ്ലി ഗ്ലാസ് ബ്രിഡ്ജ് അവിടെ വേലിയേറ്റം ആയതുകൊണ്ട് ഒരൊറ്റ മനുഷ്യനെ ആ പരിസരത്ത് അടുപ്പിച്ചില്ല. ടിക്കറ്റും കിട്ടിയില്ല. പിന്നെ നിരാശരായിട്ട് നമ്മൾ വീണ്ടും കയറിയിട്ട് അതിൻ്റെ അടുത്തൊരു ടെമ്പിളുണ്ട്. എനിക്ക് തോന്നുന്നു തിരുപ്പതി ടെമ്പിൾ എന്നാണ് തോന്നുന്നില്ല ഗൈസ്. നമ്മൾ തിരുപ്പതി ടെമ്പിളിൽ തന്നെയാണ്. പിന്നെ നമ്മൾ അവിടെ കന്യാകുമാരിയിൽ എത്തിയപ്പോൾ നമ്മളൊരു 1 hour എങ്കിലും മുമ്പേ എത്തിയിരുന്നെങ്കിൽ നമുക്ക് ഷുവറായിട്ടും ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാമായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഗ്ലാസ് ബ്രിഡ്ജിൽ ഒരുപാട് പേര് നിൽക്കുന്നുണ്ടായിരുന്നു. സത്യം പറയട്ടല്ലോ, ഭയങ്കര ആഗ്രഹത്തോടെയാണ് പോയത്. പക്ഷെ എന്ത് ചെയ്യാൻ, ആഗ്രഹിക്കുന്നൊന്നും നടക്കില്ലല്ലോ. നമ്മൾ ഏകദേശം 3:30 ആയപ്പോഴത്തേക്ക് നമ്മൾ തിരുപ്പതി ടെമ്പിളിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്ത് പറയാൻ, അവിടെ അത്രയും വെയിലത്ത് നല്ല പൊള്ളി കിടക്കുന്ന തറയായതുകൊണ്ട് ചെരുപ്പിടാൻ പാടില്ല അങ്ങോട്ട് കയറുമ്പോൾ. എൻ്റെ ദൈവം, ഈ കാല് രണ്ടും എന്താ പറയുക, നമ്മൾ ഫ്രൈ ചെയ്തെടുത്തതുപോലെ അമ്മാതിരി ചൂടെന്ന് പറഞ്ഞാൽ കാല് രണ്ട് പൊള്ളണ ചൂട്. ഓടിയാണ് അകത്ത് കയറിയത്. പക്ഷെ ഭയങ്കര രസമുള്ള ടെമ്പിൾ. പക്ഷെ നമ്മൾ ആ കടലിനോട് ചേർന്ന് വരുന്ന ടെമ്പിൾ ആയതുകൊണ്ട് എസ്തെറ്റിക് ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു പ്രത്യേക ഒരു എസ്തെറ്റിക് ലുക്ക് ഉണ്ടായിരുന്നു ആ ടെമ്പിളിന്. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ തിരിച്ച് വീണ്ടും കന്യാകുമാരിയിൽ തന്നെ എത്തി. അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം, ഷോപ്പിംഗ് ഒക്കെ ചെയ്യണം എന്നുള്ളവർക്ക് ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ അവിടെയാണ് ലാസ്റ്റത്തെ സ്ഥലം. അപ്പോൾ നമ്മളെല്ലാവരും ഓരോരുത്തരും ദിലാവത്ത് അഴിച്ചു വിട്ട കോഴികളെ പോലെ ഓരോരുത്തരും ഓരോ സൈഡിലായിട്ട് പിരിഞ്ഞു പോയി. എല്ലാവരും ഓരോ വഴിക്ക് പോയപ്പോൾ ഞങ്ങളും വേറൊരു വഴിക്ക് വന്നു. പിന്നെ ഞങ്ങൾ കടയിൽ നോക്കിയപ്പോഴത്തേക്കും നല്ല ചൂടായിട്ട് ഇങ്ങനെ വറുത്തിങ്ങനെ കോരി വെച്ചുകൊണ്ടിരിക്കുന്നു. നല്ല അടിപൊളി പഴംപൊരിയും ബജിയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് പഴംപൊരി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ 2 എണ്ണം കഴിച്ചിട്ടുണ്ടായിരുന്നു. സീരിയസ്ലി ഗൈസ്, നല്ല പഴുത്ത പഴത്തിലുള്ളതാണ്. അയ്യോ, എന്ത് ടേസ്റ്റായിരുന്നു. കിടിലമായിരുന്നു. പിന്നെ അമ്മ ബജിയായിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഞങ്ങൾ ഏകദേശം മൊത്തം 4 പേരോ 5 പേരായിട്ടാണ് ഞങ്ങൾ നടന്നത്. ഞങ്ങളൊരു കടയിൽ കയറിയിട്ട് കുറച്ച് ടൂർ പോയതല്ലേ, അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. ക്ലിപ്പ്, സ്ലൈഡ്, അത് ഇത് ചപ്പ് ചവറെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങളൊക്കെ കിട്ടുമല്ലോ. അങ്ങനെ ഞങ്ങൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് കടയിലെത്തി. അപ്പം ഞാൻ അവിടെ നിന്ന് ഓരോ സാധനങ്ങൾ എടുക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ പേന വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ആ പേന ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ക്യൂട്ട് ലുക്ക് ഉണ്ടായിരുന്നു. ആക്ച്വലി ഇത് പേനയല്ല, നമ്മുടെ പേന പെൻസിലില്ലേ, അതാണ് സംഭവം. പെട്ടെന്ന് പറഞ്ഞപ്പോൾ പേനയായി. ഈ ബോൾ എനിക്ക് കൊച്ചിലെ ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു ബോളായിരുന്നു. ഞാൻ അന്ന് പൊടിക്കുപ്പിയായിരുന്നു കേട്ടോ. പൊടിക്കുപ്പിയായിരുന്ന കാലത്ത് എന്താ പറയുക, ഒരു അമ്മൂമ്മ, നല്ല പ്രായമൊക്കെ ഉള്ള ഒരു സുന്ദരി അമ്മൂമ്മ ഉണ്ടായിരുന്നു. ആ അമ്മൂമ്മയാണ് എനിക്ക് 3 ബോൾ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ 3 സാധനം ഞാൻ ഇറങ്ങി എവിടെയോ ഒരുപാട് മെമ്മറീസ് തന്നിട്ടുള്ള ഒരു ബോളാണത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉണ്ട് കേട്ടോ. എനിക്കത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 10 രൂപ എങ്ങാണ്ടേ ഉള്ളൂ ആ ബോളിന്. പിന്നെ എന്താ പറയുക, പിന്നെ കിവിയുടെ ഒരു ഫാൻ ഉണ്ടായിരുന്നു. പിന്നെ അതും കുറച്ച് നേരം കറക്കി പിടിച്ചുകൊണ്ട് നടന്നു. പിന്നെ സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് നമ്മൾ ആ കടയിൽ നിന്ന് ഇറങ്ങി. എനിക്ക് ഈ കിവിയുടെ ഈ ഒരു ഫാന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിനെന്തോ എവിടെയോ ഒരു ചെറിയൊരു തകരാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇതിങ്ങനെ പ്രസ് ചെയ്ത് ഭയങ്കരമായിട്ട് ഫോഴ്സ് കൊടുത്താലേ ഇത് വരുമായിരുന്നുള്ളൂ. എനിക്കത് ഇഷ്ടപ്പെട്ടതായിരുന്നു. ബട്ട് ഞാനത് വെച്ചിട്ട് ഓറഞ്ചിൻ്റെ ഫാൻ എടുത്തു. അതുപോലെ പാവാട എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചാണ്. ബട്ട് എന്താ പറയുക, അടുക്കാൻ നിവർത്തിയില്ലായിരുന്നു, അതുകൊണ്ടൊന്നും വാങ്ങിച്ചില്ല. ഇനി നമ്മൾ നേരെ പോകുന്നത് വ്യൂ ടവറിലേക്കാണ് ഗൈസ്. വ്യൂ ടവർ കുറേ ആൾക്കാരിവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കൊരാഗ്രഹം തോന്നി കയറണമെന്ന്. അപ്പോൾ അവിടുത്തെ ചേട്ടന്മാർക്ക് ചോദിച്ചപ്പോഴത്തേക്കും 15 രൂപയുള്ളൂ. അത് വെർത്തല്ലേ, അത് ലാഭമുണ്ട്.
അപ്പോൾ അതിനകത്തോട്ട് കയറാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ടിക്കറ്റ് എടുത്തിട്ട് നേരെ ഓടിക്കയറി. അപ്പോഴിതാ കടൽ ഇരമ്പി വരണത് കാണാം. ഇതിപ്പോൾ സൺസെറ്റ് ആവാറ് ആ ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടോ. സൺസെറ്റിൻ്റെ ആ ഒരു ടൈം ആയപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ആ സൈഡിൽ കയറി നിൽപ്പുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ തിരക്കുള്ളത് സൺസെറ്റ് കാണാൻ പറ്റുന്ന ആ ഭാഗത്താണ്. അതല്ലേലും അങ്ങനെയാണല്ലോ, പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ വീഡിയോ എടുക്കണമല്ലോ എന്ന് വിചാരിച്ച് തിരിച്ചും മറിച്ചും ചരിച്ചും ഒക്കെ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ എടുത്തത്. പിന്നെ അവിടെ നിന്ന് ഒരു മദാമയും ഒരു സായിപ്പും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കൊരു ആഗ്രഹം തോന്നി അവരുടെ പരിചയപ്പെടുന്ന ഒരു ഫോട്ടോയൊക്കെ എടുക്കണമെന്ന്. ആ ഫോട്ടോയാണ് ഞാൻ എൻ്റെ തമ്പനയിലിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെന്താ പറയുക, വളരെ ഭംഗിയാണ്. നമ്മൾ സൺസെറ്റൊക്കെ കണ്ടു. പിന്നെ അവിടുത്തെ സായിപ്പിനും മദാമയ്ക്കും അവരെ കൊണ്ടുവന്ന ഗൈഡിനും ടാറ്റ ബൈ ബൈ ഒക്കെ കൊടുത്തിട്ട് അവിടെ നമ്മൾ ഇറങ്ങി. ഈ കന്യാകുമാരിയിലും ഞാൻ എത്രാമത്തെ വട്ടമാണ് വരുന്നത്? 1, 2, എനിക്ക് തോന്നുന്നു 3ാമത്തെ 4ാമത്തെ വട്ടമാണ് ഞാൻ ഈ കന്യാകുമാരിയിൽ വരുന്നത്. പള്ളിയിൽ നിന്നൊക്കെ പോയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഏകദേശം ഒരു 4-5 വട്ടം ആവും, എന്തായാലും 4-5 വട്ടം ആവും. പക്ഷെ അതെല്ലാം പണ്ടായിരുന്നു. കുറേ വർഷങ്ങൾക്ക് ഗ്യാപ്പ് ഇട്ട ശേഷമാണ് നമ്മൾ ഇപ്പോഴും ഇവിടെ കന്യാകുമാരിയിൽ വന്നത്. ഞാൻ ഈ കരിമ്പിൻ ജ്യൂസ് ഇഷ്ടപ്പെടുന്നതിന് ഒരു കാരണമുണ്ട്. സംഭവം ഞാൻ സിറ്റിയിൽ പോയ ടൈമിൽ അവിടെ നിന്ന് എന്താ പറയുക, ഓപ്പോസിറ്റ് സൈഡിൽ ഒരു അങ്കിള് ഇത് കരിമ്പിൻ ജ്യൂസ് ഉണ്ടാക്കുന്ന കണ്ട് ഞാൻ അമ്മയും പിടിച്ച് വലിച്ചുകൊണ്ട് പോയി അവിടെ നിന്ന് കരിമ്പിൻ ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മ എന്ത് ടേസ്റ്റായിരുന്നു. നമ്മുടെ ഇഞ്ചിയും ഏലക്കയൊക്കെ ഇട്ട് ഒരു അടിപൊളി കരിമ്പിൻ ജ്യൂസായിരുന്നു ഒരു 7-8 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ കരിമ്പിൻ ജ്യൂസിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയത്. പക്ഷേ ഞാൻ വട്ടക്കോട്ടയിൽ നിന്ന് കുടിച്ചത് പിന്നും വലിയ കുഴപ്പമില്ലായിരുന്നു, ആവറേജ് ആയിരുന്നു. പക്ഷേ രണ്ടാമത് കുടിച്ചത് വെറും അഴുക്ക വെള്ളമെന്ന് പറയാം. എൻ്റെ ദൈവമേ, പിന്നെ പൈസ കൊടുത്ത് വാങ്ങിച്ചല്ല, അമ്മേരെ തെറിവിളി കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അത് മുഴുവൻ കുടിക്കുന്നത്. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല ഉപ്പും മുളകൊക്കെ ഇട്ടാൽ മാങ്ങ ഉണ്ടായിരുന്നിട്ട് വലിയ പുളിയൊന്നും ഇല്ലായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കഴിച്ചുകൊണ്ടാണ് ഞങ്ങൾ ബസ്സിൻ്റെ അടുത്ത് എത്തിയത്. ബസ്സിനകത്ത് വെച്ചിട്ടുള്ള ഞങ്ങളുടെ വൈബ് ഡാൻസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേ നേരം നമ്മളിന്ന് ഡാൻസ് കളിച്ച് തളർന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ഇരുന്ന് ഡാൻസ് കളിക്കാമെന്ന്. അതാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിത് അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ കോപ്പിറൈറ്റ് അടിക്കണമെങ്കിൽ ഞാൻ ആ മ്യൂസിക് റിമൂവ് ചെയ്ത് കളയേണ്ടി വരും. പിന്നെ നമ്മൾ നേരെ ഇറങ്ങിയത് ഫുഡ് കഴിക്കാനാണ്. ഓൾമോസ്റ്റ് എല്ലാവരും നല്ല ടയേർഡായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ കണ്ണ് കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും, മറ്റേ കഞ്ചാവ് അടിച്ച് കിറങ്ങിയിരിക്കും പോലെ മറ്റേ കണ്ണൊക്കെ ഇങ്ങനെ അടഞ്ഞു വരുന്നുണ്ടായിരുന്നു. ഞാൻ കഴിച്ചതെന്ന് വെച്ചാൽ 3 ദോശ, സാമ്പാർ, രസം, രസവട, മുട്ട മറ്റേ ഓംലേറ്റ്, ബുൾസ്. ഇത് 2 ഏതോ ഒന്നാണ് സംഭവം. എനിക്ക് 2 തിരിഞ്ഞു പോകും. ഫുഡ് കഴിച്ച് തീർന്നത് കറക്റ്റ് ടൈമിന് അവിടുത്തെ മാമൻ എനിക്ക് കോഫി കൊണ്ടുവന്ന് തന്നു. പിന്നെ ആ ചൂടോടെയുള്ള കോഫി ഞാൻ തൊള്ളയിലെടുത്ത് ഒഴിച്ചു. എനിക്ക് ചായ, കോഫി ഇതൊന്നും നിർബന്ധമായിട്ട് എനിക്ക് ഡെയിലി ഇത്ര മണിക്ക് കുടിക്കണം അങ്ങനെയൊന്നും നിർബന്ധമല്ല. കിട്ടിയാൽ കുടിക്കും, ഇല്ലെങ്കിൽ കുടിക്കില്ല. അതും കിട്ടുമ്പോൾ ഒരു മൂടുണ്ടെങ്കിൽ കുടിക്കും, അതാണ് സംഭവം. അങ്ങനെ കേസ് ഞങ്ങൾ ഫൈനലി എന്താ പറയുക, നമ്മൾ എവിടെ നിന്നാണോ ബസ്സിൽ കയറിയത് ആ സ്ഥലത്ത് തന്നെ നമ്മൾ ഇറങ്ങി. എല്ലാവരും ഹാപ്പി ആയിരിക്കുക, ചില്ലായിട്ടിരിക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.